അതികുട്ടന്റെ ലോകുട്ടന്റെ വെക്കേഷൻ തീരുന്നതിനോടൊപ്പം തന്നെ ഇനി എന്റെ വെക്കേഷനും കൂടി തീരാൻ വേണ്ടിട്ട് പോവേന്നെ. ഇനിയിപ്പോ അതുപോലെ രാവിലെ എണീച്ചിട്ട് ചായയും പലഹാരം ആക്കുന്ന കൂട്ടത്തില് ചോറാക്കണം, കറിയാക്കണം, ലഞ്ച് ബോക്സ് സെറ്റ് ആക്കണം. അങ്ങനെ തിരക്ക് തന്നെയായിരിക്കും. ഉപ്പേരി വെക്കാൻ വേണ്ടിട്ട് നല്ല നാടൻ കോവക്ക ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഇടാ കൊയക്കാന്നേ. അങ്ങനെ കൊയക്കെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിയെല്ലാം കഴുകി വേഗം അങ്ങ് അടുപ്പത്താക്കി. ഞാൻ തകൃതിയായിട്ട് ചോറും കറിയെല്ലാം വേഗം ആക്കുന്നുണ്ടെങ്കിലും അവസാനം അതികൂട്ടാൻ എനിക്ക് രാവിലത്തെ ദോശ മതി എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ടും അറിയാം. അതങ്ങനെയാണ്. ആക്ക് ചോറിനേക്കാളും ഇഷ്ടം രാവിലത്തെ പലഹാരമാണ് കേട്ടാ. അപ്പൊ ഇന്ന് വേഗം തകൃതിയായിട്ട് ചോറ് ഉണ്ടാക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നത്തെ സാമ്പാറില്ലത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം തിളപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് ദോശക്കിലെ അരി അരച്ചെടുത്തു. ഇന്ന് ദോശയും സാമ്പാറാണ് കേട്ടാ. ചോറിന് കറി വെക്കാൻ വേണ്ടിട്ട് വേഗം പോയി 2 കപ്പക്ക പറിച്ചിട്ട് വന്നു. കപ്പക്കയും കായും പുളിശ്ശേരിയും പിന്നെ കോയക്ക ഉപ്പേരിയും. മുമ്പിടെ വീട്ടിൽ ഇഷ്ടം പോലെ കോയക്ക ഉണ്ടായിനി. ഇപ്പൊ കിട്ടാനില്ലാത്തരം പീടികയിൽ കണ്ടിട്ട് വേറി മൂത്തിട്ട് ഇന്നലെ വാങ്ങിയതാണ് കേട്ടാ. പിന്നെ വേഗം കോയക്ക ഉപ്പേരിക്കുള്ള സംഭവം എല്ലാം റെഡിയാക്കി കോയക്ക ഉപ്പേരി അങ്ങ് സെറ്റാക്കി എടുത്തു. പിന്നെ വേഗം പുളിശ്ശേരി അങ്ങ് റെഡിയാക്കി എടുത്തു കേട്ടാ. ഇത്രയും ആകുമ്പോഴത്തേനും രണ്ടാക്കും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സമയം ആയിട്ടുണ്ടായിനി. ഇന്ന് അനിയേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അതിക്കുട്ടൻ ബസ്സിന് പോയിട്ടാ അനിയേട്ടൻ കൊണ്ടുവിടെ ഇതിന്. പിന്നെ വേഗം ലഞ്ച് ബോക്സ് എല്ലാം സെറ്റാക്കി അതിക്കുട്ടനെ റെഡിയാക്കിയിട്ട് പറഞ്ഞയച്ചു. അപ്പൊ ഇതാ ലോകുട്ടനും ചായ എല്ലാം കുടിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അതിക്കുട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ദോശനെയാന്ന് കൊണ്ടുപോയിട്ടുണ്ടായിനി. പിന്നെ ലോകുട്ടനും സ്കൂളിൽ ന്യൂ ഇയർ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊണ്ടുപോകാനുണ്ടായിനി. അതും വേഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണെന്ന് മെഡിക്കൽ കോളേജിലേക്ക്. അങ്ങനെ പൊതിച്ചോറെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചു. അച്ഛൻ വേഗം വാഴയിലെല്ലാം മുറിച്ചുകൊണ്ട് തന്നുകൊണ്ട് പണി എളുപ്പമായിട്ടാ. പിന്നെ അതിലെ കറിയും കവറിലാക്കി. അപ്പോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ.